நிதம் காண்கின்றவான் கூட நிஜமல்ல இதம் சேர்க்கும் கணா கூட சுகமல்ல நீ இல்லாமல் நான் இல்லையே உன்னை காணாம் உன்னை காணாம். ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിത് സൺഡേ എടുത്തിട്ടുണ്ടായൊരു വ്ളോഗായിരുന്നു. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ സാധാരണ ഞാൻ കുറേ സമയം ഉറങ്ങലുണ്ട്. ഞാൻ നേരത്തെ എണീച്ചിട്ട് സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വിചാരിച്ചു. ഇത് എപ്പോഴൊന്നും ഇല്ല. ഫസ്റ്റ് ഞാൻ പ്ലമ്മിൻ്റെ ഒരു ടോണറേനും അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് ഞാൻ SPF കാര്യങ്ങളെല്ലാം ഉള്ള പിഗ്മെൻറ്റേഷനും കാര്യങ്ങളെല്ലാം പോകുന്ന ലിപ് ബാമാന്ന് കണ്ടിട്ട് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്തോ എനിക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ലിപ് ബാം വരുന്നത്. അതിനുശേഷം മോയ്സ്ചറൈസറായിട്ട് അക്വലോജിക്കൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. ഇത് ഏകദേശം പ്ലമ്മിൻ്റെയും പോൺസിൻ്റെയും എല്ലാം മോയ്സ്ചറൈസർ പോലെയാണ്. വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ ആയതുകൊണ്ട് റൂമെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അക്വലോജിക്കൻ്റെ മോയ്സ്ചറൈസർ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വാസ്ലിൻ്റെ ഈ ഒരു ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ മേടിച്ചിട്ട് കുറേ ആയി കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. കുറേ എത്തുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ റേറ്റും അത്യാവശ്യം അഫോർഡബിളാണ്. പിന്നെ നല്ല അടിപൊളി കൊക്കോൻ്റെ സ്മെല്ലാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യില്ല, എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് ഹൈഫണിൻ്റെ സൺസ്ക്രീനാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മുകളിൽ പോയി ഇഡ്ഡലിയേനും ഫുഡെല്ലാം കഴിച്ചിട്ട് റൂമിൽ വന്നേരം നമ്മളൊരു മൂവി കാണാൻ വേണ്ടി ഇരുന്ന് ദുരന്തർ. എനിക്ക് വലിയ ഇഷ്ടമായിണ്ടായില്ല. കുഴപ്പമില്ല, ഓക്കെ പടേനും. അത് കഴിഞ്ഞ് ഞാനൊരു ക്രോഷേൻ്റെ വീഡിയോ ഞാൻ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായ ക്രോഷേൻ്റെ വീഡിയോയിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സജഷൻസും കാര്യങ്ങളെല്ലാം. അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഒന്നാമത് ഞാൻ ഉണ്ടാക്കാത്തത് എനിക്ക് ആ ഒരു കളർ യാണില്ല. പിന്നെ ആണെങ്കിൽ കോളേജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ തിരക്കായിപ്പോയി. ഇതാണെങ്കിൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ സമയമുള്ളപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉച്ചയായി. ഉച്ചക്കാണെങ്കിൽ പരിപ്പറിയും ചിക്കൻ ഫ്രൈയും ഗീ റൈസൊക്കെയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മുകളിൽ. അപ്പോൾ റീസെൻ്റ്ലി എനിക്ക് യൂട്യൂബിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഞാൻ നല്ല ഗ്രേറ്റ്ഫുള്ളാണ്. ഫുഡ് കഴിച്ചിട്ട് താഴെ വന്നവരാണെങ്കിൽ ഞാൻ റൂം വൃത്തിയാക്കാമെന്നെല്ലാം വിചാരിച്ച്. ഞാനൊക്കെയാണെങ്കിൽ അലമാരി ഫുൾ മെസ്സി ആയിട്ട് കിടക്കുകയായിരുന്നു. നമുക്കാണെങ്കിൽ അലമാരിയിൽ സ്പേസ് കുറവാണ്. ഒട്ടുമിക്ക എല്ലാ PGകളിലും ഇങ്ങനെ തന്നെയാണ്. ഗേൾസ് ആണല്ലോ. ഗേൾസ് ആയിക്കഴിഞ്ഞാൽ കുറേ സാധനങ്ങളും ഉണ്ടാവും. നമുക്കാണെങ്കിൽ വെക്കാനും സ്ഥലവും ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ കുത്തിയടുക്കി വെച്ചിട്ടുള്ള അലമാരിയുടെ അകത്ത്. അലമാരിയിലാണെങ്കിൽ ഇനി സ്പേസ് ഇല്ല സത്യം പറഞ്ഞു. ഞാനൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതെല്ലാം ഞാൻ എടുക്കി വെച്ച്. അതാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഫുൾ എൻ്റെ കഴിഞ്ഞ സെമ്മിലെ നോട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വെച്ച് അതിനുശേഷം ഞാൻ ഫ്രഷ് ആവുകയെല്ലാം ചെയ്തു. ഞാനാണെങ്കിൽ റീസെൻ്റ്ലി പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ ഉപ്ടാൻ്റെ ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് പരീക്ഷിക്കാൻ വിചാരിച്ച് ഞാനാണെങ്കിൽ അത് എനിക്കാണെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറും കേടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടേനും തേക്കുന്നുണ്ടായി. ഇതിലാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് 7 ദിവസം യൂസ് ചെയ്യണമെന്നാണ്. ഞാനാണെങ്കിൽ 1 ദിവസമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ടാന് പോകുന്നൊക്കെ പറയുന്നത്. ഞാനൊക്കെയാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്. എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും ആദ്യം മണപ്പിച്ച് വെക്കും. അപ്പോൾ ഇതിന് നാച്ചുറലായിട്ടുള്ള നമ്മളെ നോർമൽ ടെർമറിക്കിൻ്റെ സ്മെല്ലൊക്കെയാണ്. അത്യാവശ്യം നല്ല സാധനമാണ് തോന്നുന്നു. അപ്പോൾ ഞാനിതിന് മുന്നേ ഗുഡ് വൈബ്സിൻ്റെ ഉപ്ടാൻ്റെ നൈറ്റ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്. ഇത് തേച്ചിട്ടാണെങ്കിൽ കുറച്ച് സമയം സത്യം പറഞ്ഞാൽ ഇരിക്കണ്ടു. ഞാനാണെങ്കിൽ കുറേ സമയം ഇരുന്ന് പോയി. അതിൻ്റെ ഇടയിൽ ഇത് ഫേസ് പാക്കെല്ലാം ഇട്ടിട്ട് ഞാൻ പ്ലാനർ എഴുതാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിൽ ഡ്രൈ ആയിട്ടാണെങ്കിൽ എനിക്ക് സംസാരിക്കാനും ഫേസ് അനക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഫേസ് പാക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പ്ലാനർ എഴുതാൻ ഞാൻ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഫെബ്രുവരിയിൽ 1-2 ദിവസത്തെ പ്ലാനറും കാര്യങ്ങളും എഴുതാൻ വിചാരിച്ച്. അപ്പോൾ അത് എഴുതാൻ വേണ്ടി നേരാണ് ഇത് ഫേസിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായത്. അപ്പോൾ അനക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലേനു. നല്ല വിശപ്പുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ സാറ്റർഡേ സൺഡേസിലല്ലേ ഈ ഹോസ്റ്റലേഴ്സിന് ഭയങ്കര വിശപ്പായിരിക്കും. കാരണം പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ത്വര അങ്ങ് വരും.
അപ്പോൾ ഞാനത് എഴുതുന്നതിൻ്റെ ഇടയിൽ അതാ പറയുന്നത് ഫുഡ് ഓർഡർ ചെയ്താലോ വിശക്കുന്നു. എനിക്കാണെങ്കിൽ അന്നാണെങ്കിൽ ഭയങ്കര പൊതിച്ചോറ് തിന്നേണ്ട ക്രേവിങ്സ് ആയിരുന്നു. എവിടെ നിന്നും ഇല്ലാത്ത ഒരു ക്രേവിങ്സ് ആയിരിക്കും ഈ ഒരു സമയത്തെല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റുന്നില്ല ഈ ഒരു സാധനം മുഖത്ത് തേച്ചിട്ട്. അപ്പോൾ ഞാൻ പ്ലാനറും കാര്യങ്ങളെല്ലാം എഴുതി. ഇതിൻ്റെ ഫെബ്രുവരിയുടെ പേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു. ഇതേപോലെ ഓരോ മന്ത്സ് തുടങ്ങുന്നതിന് ഓരോ നല്ല പേജസ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ റൂംമേറ്റ് നെയിൽ പോളിഷ് റിമൂവർ ഓപ്പൺ ചെയ്യാൻ പറ്റായിട്ട് ഞാനത് തുളച്ചു കൊടുക്കുന്നതിനും. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. എനിക്കാണെങ്കിൽ വിശപ്പും എനിക്കാണെങ്കിൽ എത്ര തിന്നാലും വിശപ്പ് മാറുകയില്ല. ഞാനാണെങ്കിൽ എത്ര തിന്നാലും തടിക്കുകയില്ല. അപ്പോൾ ഞാൻ ജേർണലും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തുമ്പോഴത്തേക്ക് ഞാൻ ഫേസ് മാസ്ക് ഇടാൻ വിചാരിച്ചു. അപ്പോൾ കാരണം ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതും അതിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായ ഒരു ഫേസ് മാസ്കേനും ഗുഡ് വൈബ്സിൻ്റെ ഫേസ് നല്ല പോലെ ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാലോ. ഇതിന് 90 റുപ്പീസ് അങ്ങനെ എന്താ ഉള്ളൂ. ഇതിനും പിന്നെ ആ ഒരു ഇട്ടാണ്ട് ആ ഒരു ഫേസ് മാസ്കിനും 90 റുപ്പീസാണുള്ളൂ. സോറി, ഫേസ് പാക്ക്. അപ്പോൾ അത് ഞാൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ സീരീസ് കാണാൻ വേണ്ടിയിരുന്നത്, ഡാർക്ക് സീരീസ് ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അത് കാണുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഫുഡ് വന്നു ഗൈസ്. നല്ല അടിപൊളി പൊതിച്ചോറ്. എനിക്കാണെങ്കിൽ പൊരിച്ച മീൻ തിന്നാൻ കൊതിയായിട്ടാണ് ഞാൻ പൊതിച്ചോറ് ഓർഡർ ചെയ്തത്. നമുക്കാണെങ്കിൽ ഇവിടെ മീൻ കിട്ടൂലല്ലോ, അപ്പോൾ മീനിനോടാണ് ക്രേവിങ്സ്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊതിച്ചോറും ഫിഷ് പൊതിച്ചോറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ രാത്രി നമ്മളൊരു മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രാത്രിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇത്രയും ഗൈസ്, ബൈ. உன்னை காணாமல் உன்னை காணாமல் கமதனிதா நிதவ மகமரகரித உன்னை